ഇഡിയെ ആക്രമിച്ചവർക്ക് മാരകപണി. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും പിണറായിയിലെ വീട്ടിലും അടക്കം 12 ഇടങ്ങളിലാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രതിഷേധമാണ് CPM സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്തെ പ്രതിഷേധം അക്രമാസക്തമായി ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന കാറ് അടിച്ചു തകർത്തു. അത്തരത്തിൽ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അക്രമാസക്തമായിട്ടുള്ള ഒരു ആൾക്കൂട്ടം തന്നെയാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ തയ്യാറെടുത്തത്. അത്തരത്തിലുള്ള ആക്രമണമാണ് അവർക്കെതിരെ നടന്നത്. ഇന്നലെ മാത്രം 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നമ്മൾ ഇന്നലെ ടെലിവിഷനിൽ കണ്ടു കാണും. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഈ അക്രമികൾ ഓടിക്കയറുകയായിരുന്നു. അവിടേക്ക് പോലീസ് എത്തി ഇവരെ പിടിക്കാൻ വേണ്ടി. പക്ഷേ ഒരു കാരണവശാലും പാർട്ടി ഓഫീസിലേക്ക് കയറി ഇവരെ പിടിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു മുതിർന്ന CPM നേതാക്കൾ എല്ലാവരും തന്നെ. ജോയി അടക്കമുള്ള, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള, MV ഗോവിന്ദൻ അടക്കമുള്ള, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഒറ്റ നിലപാടെടുത്തു. ഒരു കാരണവശാലും പോലീസിനെ പാർട്ടി ഓഫീസിൽ കയറ്റാൻ അനുവദിക്കത്തില്ല, ഞങ്ങൾ പ്രതികളെ ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 7 പ്രതികളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 7 പേർ മാത്രമല്ല EDയെ ആക്രമിച്ചത്. നിരവധി പേരുണ്ടായിരുന്നു ആ ആക്രമണത്തിൽ. ചുടുകട്ട കൊണ്ടും വടി കൊണ്ടും കല്ലുകൊണ്ടുമാണ് ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ആ കാർ ആക്രമിച്ച് തകർത്തത്. പ്രാണരക്ഷാർത്ഥം ED ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ഇത്രയുമാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. പക്ഷേ ഇനി വരാൻ പോകുന്നത് മാരകമായിട്ടുള്ള പണിയാണ്. അതായത് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച മുഴുവൻ പേരെയും കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ജീവപര്യന്തം വരെ, അവരുടെ ജീവിതാവസാനം വരെ ഒഴിയാബാധയായിട്ടുള്ള കേസും കൂട്ടവുമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് തേടി. രണ്ടാമത് ഗവർണർ DGPയോട് ഫോണിൽ ബന്ധപ്പെട്ട് വിശദീകരണം തേടി. വിശദമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഏജൻസികൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള മുഴുവൻ ദൃശ്യങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിരിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട പണി വരാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ ആക്രമണത്തിൽ പങ്കെടുത്ത 7 പേരല്ല, മുഴുവൻ പേരെയും കേന്ദ്ര സർക്കാർ പൊക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, രാജ്യദ്രോഹ കുറ്റമടക്കം ഒരുപക്ഷെ ചാർത്തി ഇവരെ എന്നേക്കുമായി ജയിലിൽ അടയ്ക്കാനുള്ള പദ്ധതി കേന്ദ്രത്തിൻ്റെ പക്കലുണ്ട്. അതിന് നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമുണ്ട്. EDയെ ആക്രമിച്ചവരെ എങ്ങനെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലെ നിരവധി ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം പറയാം. പശ്ചിമ ബംഗാളിൽ 2024 ഫെബ്രുവരി 29 ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ചു എന്ന പേരിൽ കേന്ദ്രം അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ സന്ദേശ് വാലി എന്ന സ്ഥലത്തായിരുന്നു ഇയാളുടെ കേന്ദ്രം. അയാളൊരു ഗുണ്ടാ നേതാവാണ്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. നിരവധി ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയാണ്. 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഭൂമി തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ്. കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ പ്രതിയാണ്. റേഷൻ കട അഴിമതി കേസിലെ പ്രതിയാണ്. അങ്ങനെ ഇയാളെ പിടിക്കാനായി അവിടെ ED എത്തിയപ്പോൾ ആ EDക്ക് നേരെ ഇയാൾ ആക്രമം അഴിച്ചുവിട്ടു. ഇയാൾ അവിടുത്തെ ഒരു പ്രാദേശിക TMCയുടെ ഗുണ്ടാ നേതാവാണ്. അയാൾക്ക് പിന്നിൽ വലിയൊരു ഗുണ്ടാ സംഘം തന്നെയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ നേതാവിനെ പിടിക്കാൻ വന്ന EDക്കെതിരെ ഷാജഹാൻ ഷെയ്ഖും കൂട്ടരും അക്രമം അഴിച്ചുവിട്ടു. ആ ഷാജഹാൻ ഷെയ്ഖ് തനിക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നീങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒളിവിൽ പോയി. 55 ദിവസമാണ് ഷാജഹാൻ ഷെയ്ഖ് EDയെ ആക്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഒളിവിൽ കഴിഞ്ഞത്. ഒടുവിൽ 2024 ജനുവരിയിൽ ഇയാളെ പിടികൂടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഇയാളെ പിടികൂടി ജയിലിലാക്കി.
ഇതുവരെയും അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അതായത് 2024 ജനുവരിയിൽ പിടികൂടിയ ഈ ഷാജഹാൻ ഷെയ്ഖിന് ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല. കുറ്റം EDയെ ആക്രമിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ എന്നേക്കുമായി ഒരുപക്ഷെ EDയെ ആക്രമിച്ച ഈ സഖാക്കളെയും എന്നേക്കുമായി ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് ജയിലിൽ അടച്ചേക്കാം. 7 പേരെ മാത്രമല്ല, ആ വാഹനത്തെ ആക്രമിച്ച മുഴുവൻ പേരുടെയും ലിസ്റ്റുകളും പേരുവിവരങ്ങളും അടക്കമുള്ള എല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. അവരെ കാത്തിരിക്കുന്നത് ഷാജഹാൻ ഷെയ്ഖിൻ്റെ വിധി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ഒരുപക്ഷെ ഇവർ ജീവിതാന്ത്യം വരെ ജാമ്യം കിട്ടാതെ ജയിലിനുള്ളിൽ കഴിയേണ്ടി വരും. അത്തരത്തിലാണ് അമിത്ഷാ അടക്കമുള്ളവർ ഇപ്പോൾ നീങ്ങുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.